ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് കുറച്ച് ജേണൽ ഐഡിയാസ് കണ്ടാലോ? സിമ്പിൾ, മിനിമൽ, പിന്നെ ക്ലാസിക്, ഇതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഈ 3 തീമിൽ എങ്ങനെ ജേണൽ ചെയ്യാൻ നോക്കാം. എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ ഈ ബുക്കിലാണ് ജേണലിംഗ് ചെയ്യാറ്. സോ ആദ്യം ഞാൻ ഇത്ര നാളും ചെയ്ത വർക്ക്സ് കാണിച്ചു തരാം. എപ്പെങ്കിലും ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് വെച്ച് മാറ്റി വെച്ചതാണ് ഈ ഫസ്റ്റ് പേജ്, പിന്നെ അതിന്റെ തൊട്ടുപ്പുറത്തുള്ള പേജും. പിന്നെ ഈ പേജസ് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്തു കൂട്ടിയതാണ്. പിന്നെ കാണിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്മിങ് ടു ദ ടോപ്പിക്, ഈ ഒരു പേജിൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു ജേണൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ തീം ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് ഐശ്വര്യമായിട്ട് ഗ്രീനിൽ തുടങ്ങാം. ഈ ഒരു മിനി പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ കുറച്ച് മുന്നേ വാങ്ങി വെച്ചതാണ്, ബട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇന്ന് എന്തായാലും അത് വെച്ചിട്ടാണ് തുടക്കം. ഗ്രീൻ ജേണൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചെങ്കിലും എൻ്റെ അടുത്ത് കാര്യമായിട്ട് ആ ഒരു തീമിലെ സപ്ലൈസ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൽ നിന്നും 4 ഷീറ്റ്സ് എടുത്ത് സ്റ്റിക്ക് ചെയ്യാനാണ് പ്ലാൻ. കോർണേഴ്സ് പഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് കോർണർ പഞ്ച് എടുത്തത്, പക്ഷെ അത് നൈസായിട്ട് പണി തന്നു. അതുകൊണ്ട് നമ്മൾ സിസേഴ്സ് തന്നെ ശരണം. അങ്ങനെ സൈഡിൽ കർവ് ആക്കി കൊടുത്ത് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നടുക്കൊരു കോട്ട് സ്റ്റിക്കർ എടുത്ത് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു സ്റ്റിക്കർ ഇല്ലെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. കോട്ട് സ്റ്റിക്കേഴ്സ് ആക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് ജേണൽ ഐഡിയ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ഈ പേജിൽ ഞാനൊരു വെറൈറ്റി ജേണലാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഈ പേജ് ക്യൂട്ടും ആക്കണം, എസ്തെറ്റിക്കും ആക്കണം, കുറച്ച് ക്ലാസിയും ആക്കണം. ഇതേപോലെ ബോർഡേഴ്സ് വരച്ച് നടുവിൽ കട്ട് ചെയ്യുക, എന്നിട്ട് 2-3 സ്ട്രിങ്സ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നൂലില്ലേ, അതിന്റെ കട്ടിയുള്ള ഒരു വേർഷൻ. അത് കഴിഞ്ഞ് ചുറ്റിലും വാഷി ടേപ്സ് സ്റ്റിക്ക് ചെയ്യാം. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് വേണം. എൻ്റെ അടുത്ത് ഈ ഒരു സ്റ്റിക്കർ ടൈപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. ഇത് ആക്ച്വലി പീൽ ആൻഡ് സ്റ്റിക്കാണ്, പക്ഷേ അങ്ങനെ ചെയ്താൽ ബാക്കിൽ പേജിൽ ഒട്ടുന്നത് കൊണ്ട് ഞാൻ നടുവിൽ മാത്രം ഗ്ലൂ ആക്കി കൊടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്ത് വാഷി ടേപ്പ് സ്റ്റിക്ക് ചെയ്യാം. ഈ സൈഡിൽ 2 ഷീറ്റ്സും വെറുതെ വിടാൻ പറ്റില്ലല്ലോ, അപ്പോൾ കുറച്ച് ബ്രഷ് പെൻസ് എടുക്കുക, ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരക്കുക, കുറച്ച് ഡിസൈൻസ് ചെയ്ത് കൊടുക്കുക. പിന്നെ റൈറ്റ് പേജിൽ ഞാൻ ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി 2 ഭാഗത്തും ഒരേപോലെ ബ്രഷ് പെൻസ് വെച്ച് ഡിസൈൻ ചെയ്യാന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ ഒരു ഷീറ്റ് കണ്ടപ്പോൾ ഇതാണ് ബെറ്റർ എന്ന് തോന്നി. അപ്പം നമ്മൾ സെക്കൻഡ് ജേണൽ ഐഡിയ ഇതാണ്. ഇങ്ങനെ ഈ പേജ് കട്ട് ചെയ്തിട്ടുള്ള ജേണൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് റെഡി ആവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വർക്കിൻ്റെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായി, ബിക്കോസ് ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് അത് ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വിൻറ്റേജിൽ പഠിക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ പഴയ ഡിഗ്രിക്ക് പഠിച്ച ബുക്കൊക്കെ പൊടിതട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പേജസ് കയറിയെടുത്ത് ഇതേപോലെ ഒരു ഷേപ്പും ഇല്ലാണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മുറിച്ചെടുക്കുക. എന്നിട്ടൊരു ലൈറ്റർ എടുക്കുക, സൈഡ്സ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. നോട്ട് ദ പോയിന്റ്, ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ പാരൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ലൈറ്റർ യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഇതേപോലെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ പേടിക്കണ്ട, അവർക്ക് വേണ്ടി വേറൊരു ഐഡിയ ഉണ്ട്. ഒരു ബ്രൗൺ സ്കെച്ച് പെൻ എടുക്കുക, ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു അബ്സ്ട്രാക്ട് രീതിയിൽ ഈ പേപ്പേഴ്സ് സ്റ്റിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കോട്ട് ഒരു ബ്ലാക്ക് പേപ്പറിൽ ഇങ്ങനെ മുറിച്ചെടുത്ത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യാം. ഡൺ. സത്യം പറഞ്ഞാൽ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ 3 ഐഡിയാസും സിമ്പിളാണ്, അതുപോലെ തന്നെ ഈസ്തെറ്റിക്കുമാണ്. ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും പിന്നെ സിമ്പിളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും അധികം സപ്ലൈസ് ഒന്നും ഇല്ലാതെ ജേർണൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇത് യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ 3 ജേർണൽ ഐഡിയാസിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായത്? ആൻഡ് ബൈ ദ വേ, ആ ലാസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആ വീഡിയോ ഇല്ലേ, അതാണിത്. ഈ 3 ജേർണൽ ഐഡിയാസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഓക്കേ.